ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ലോത്തിനെ കുറിച്ചാണ്. അബ്രഹാമിൻ്റെ സഹോദര പുത്രനായിരുന്നു ലോത്ത്. അബ്രഹാമിനോട് വളരെ സ്നേഹവും വിധേയത്വവും അടുപ്പവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലോത്ത്. ദൈവം തന്നേറെ സ്നേഹിക്കുകയും തന്നേറെ മാനിക്കുകയും തൻ്റെ പദ്ധതിക്കു വേണ്ടി പ്രത്യേകം വിളിച്ച് വേർതിരിക്കുകയും ചെയ്ത അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞു: നീ നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന പ്രദേശത്തേക്ക് പോകണം. അങ്ങനെ ദൈവഹിതത്തോട് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവഹിതത്തോട് വിധേയത്വം കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അബ്രഹാം യാത്രയാവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ബന്ധു യാത്രയാകുമ്പോൾ ലോത്ത് അബ്രഹാമിനോടൊപ്പം പോവുകയാണ്. കാരണം ലോത്തിന് അബ്രഹാമിനോട് അത്രയും സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അബ്രഹാം പോകുമ്പോൾ ലോത്തും അവനോടൊപ്പം പോകുന്നു. അബ്രഹാം തൻ്റെ ആടുമാടുകളോടൊപ്പം ആണ് പോകുന്നത്. അതുപോലെ തന്നെ ലോത്തും തൻ്റെ സമ്പത്തും ഒക്കെയായിട്ടാണ് അബ്രഹാമിന് പിന്നാലെ പോകുന്നത്. മുൻപോട്ടുള്ള വഴികളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഇവർ വീണു പോവുകയാണ്. ഇവരുടെ സമ്പത്തും ഇവരുടെ കന്നുകാലികളും ഒക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിനെ നോക്കുന്ന പരിചാരകർ തമ്മിൽ വഴക്കും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അബ്രഹാം ഒരു ദിവസം ലോത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്: നമ്മുടെ പരിചാരകർ തമ്മിൽ കലഹമുണ്ടാവുകയാണ്. ഒരു പക്ഷേ ആ കലഹം നമ്മളിലേക്ക് എത്തിയിരിക്കാം. അതിനാൽ നമുക്ക് അല്പം മാറി താമസിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് മാറി നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു: നിനക്കിഷ്ടമുള്ള സ്ഥലം നീ ആദ്യം തിരഞ്ഞെടുത്തു കൊള്ളുക, അത് നിൻ്റേതായിരിക്കും. അങ്ങനെ ലോത്ത് യോർദാൻ നദിക്ക് സമീപമുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണ് സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ സോദോം ഗോമോറയിലേക്ക് ലോത്ത് താമസം മാറ്റുന്നു. ഈ സോദോം ഗോമോറ എന്ന് പറയുന്നത് പാപം പെരുകിയിരുന്ന ഇടമായിരുന്നു. മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ അബ്രഹാമിനെ സന്ദർശിക്കുന്ന ദൈവം തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ സ്നേഹിതനായ അബ്രഹാമിൽ നിന്ന് താൻ എന്തിനാണ് സോദോം ഗോമോറയെ താൻ നശിപ്പിക്കുന്നു എന്ന രഹസ്യം മറച്ചു വെക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്: അബ്രഹാം, സോദോം ഗോമോറയുടെ പാപം വല്ലാണ്ട് പെരുകുകയാണ്. പ്രകൃതി വിരുദ്ധ പാപത്തിലും ജഡികാസക്തിയിലും അവർ വല്ലാണ്ട് വീണു പോവുകയാണ്. ദൈവസന്നിധിയിൽ അവരുടെ പാപം വല്ലാണ്ട് ബുദ്ധിമുട്ട് ഉളവാക്കുന്നു. അതിനാൽ ഞാൻ സോദോം ഗോമോറയെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അബ്രഹാം പറയുകയാണ്: അങ്ങ് 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ആ ദേശത്തെ നശിപ്പിക്കരുത്. അബ്രഹാം ഇങ്ങനെ ദൈവത്തോടുള്ള ഒരു ആത്മബന്ധത്തെ പ്രതിയും ദൈവത്തോടുള്ള ഒരു സ്വാതന്ത്ര്യത്തെ പ്രതിയും ഓരോ പ്രാവശ്യവും 50 പേര്, 40 പേര് ഇങ്ങനെ നമ്പറുകൾ പറഞ്ഞ് സൊദോം ഗോമോറയെ നശിപ്പിക്കരുത് എന്ന് പറയുകയാണ്. അബ്രഹാമിൻ്റെ സ്നേഹപൂർവ്വമുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ, അബ്രഹാമിൻ്റെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് മുൻപിൽ ദൈവം വഴങ്ങിയിട്ട് ഇപ്രകാരം പറയുന്നു: നീ പറയുന്നത് പോലെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ പറയുന്നതനുസരിച്ച് ഇത്ര നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ സൊദോം ഗോമോറ നശിപ്പിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് നീതിമാന്മാരെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല.
ദൈവം അങ്ങനെ തൻ്റെ ദൂതന്മാരെ സോദോം ഗോമോറയിലേക്ക് അയക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിനിടയിൽ ലോത്ത് വളരെ സമ്പന്നനായിട്ട് അവിടെ വസിക്കുമ്പോൾ 5 രാജാക്കന്മാർ ചേർന്ന് ലോത്തിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. സോദോം ഗോമോറയിൽ നിന്ന് ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ കന്നുകാലികളെയും സമ്പത്തിനെയും അവർ അടിമയാക്കി, അവൻ്റെ സമ്പത്തും അവർ അടിമയാക്കി പിടിച്ചെടുക്കുന്നു. ഇതറിഞ്ഞ അബ്രഹാം തൻ്റെ ഭവനത്തിൽ വസിക്കുന്ന 318 അഭ്യാസികളുമായിട്ട് ഈ രാജാക്കന്മാരുടെ അടുത്തേക്ക് പോയി ലോത്തിനെ വിമോചിക്കുന്നു, ലോത്തിനെ സ്വതന്ത്രനാക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ ഒരു കരുണയ്ക്കും ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിനും പാത്രമായിട്ട് അബ്രഹാം മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ ഏറെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അബ്രഹാം മാറി താമസിക്കുമ്പോൾ ലോത്ത് ഈ സോദോം ഗോമോറയിലാണ് താമസിക്കുന്നത്. ഈ പാപ സാഹചര്യത്തിൽ, ഈ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ ലോത്ത് തൻ്റെ കുടുംബത്തെ പാർപ്പിക്കുന്നു. അവിടെ നിന്ന് തന്നെ തൻ്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് ഭാവി വരന്മാരെ ലോത്ത് കണ്ടെത്തുന്നു. അങ്ങനെ ഒരു ദിവസം ലോത്ത് നഗര കവാടത്തിലിരിക്കുമ്പോൾ സോദോം ഗോമോറയുടെ സാഹചര്യം മനസ്സിലാക്കുവാൻ, സ്ഥിതി വിഗതികൾ തിരിച്ചറിയുവാനായിട്ട് ദൈവം തൻ്റെ 2 ദൂതന്മാരെ അയക്കുകയാണ്. ഇവർ ദൈവദൂതന്മാർ ആണെന്നറിയാതെ ലോത്ത് ഇവരെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നു. ലോത്തിൻ്റെ ഭവനത്തിൽ ഇവർ പ്രവേശിച്ചു കഴിയുമ്പോൾ പുറത്തു വലിയ ബഹളം കേൾക്കാം. സോദോം ഗോമോറയിലെ യുവാക്കൾ വന്ന് അവിടെ ബഹളമുണ്ടാക്കുകയാണ്. നിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ആ 2 പുരുഷന്മാരെ ഞങ്ങൾക്ക് തരിക, അവരോടൊപ്പം ഞങ്ങൾ പ്രകൃതി വിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെടട്ടെ. അത്രമേൽ പാപത്തിൻ്റെ പിടിയിലും അടിമത്വത്തിലും കഴിയുകയായിരുന്നു സോദോം ഗോമോറയിലെ ജനങ്ങൾ. ലോത്തിൻ്റെ ഭവനത്തിലെത്തിയ ദൈവദൂതന്മാരെ മനുഷ്യരായി തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടെ സൗന്ദര്യത്തിലും അവരുടെ ആകാര വടിവിലും ആകൃഷ്ടരായ സോദോം ഗോമോറയിലെ നിവാസികൾ അവരോടൊപ്പം പ്രകൃതി വിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് വല്ലാണ്ട് ആഗ്രഹിച്ചു. ഒരു ലോത്തിൻ്റെ ഭവനത്തിൽ വന്ന് ബഹളമുണ്ടാക്കുകയാണ്. അവസാനം ലോത്ത് പുറത്തേക്ക് വന്നിട്ട് ഇവരുടെ മുൻപിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ഇവരുടെ കാല് പിടിച്ചുകൊണ്ട് പറയുകയാണ്, പുരുഷ സംബന്ധം ഇല്ലാത്ത, പുരുഷ സ്പർശനം ഏൽക്കാത്ത 2 പെൺകുട്ടികൾ എനിക്കുണ്ട്. നിങ്ങൾ അവരെ കൊണ്ടുപോയിക്കൊള്ളൂ. എന്നാൽ എൻ്റെ വീട്ടിൽ അതിഥികളായിട്ട് വന്ന ഇവരെ ഞാൻ നിങ്ങൾക്ക് തരികയില്ല. അങ്ങനെ ലോത്ത് പാപം ചെയ്യാനായി കടന്നു വന്ന ഈ മനുഷ്യരുടെ മുൻപിൽ നിലവിളിച്ച് യാചിക്കുമ്പോൾ പെട്ടെന്ന് ഈ ദൂതന്മാർ കതക് തുറന്ന് ലോത്തിനെ അകത്തേക്ക് വലിച്ചു കയറ്റിയിട്ട് പാപം ചെയ്യുവാനായി നിർബന്ധിച്ചു കൊണ്ടിരുന്ന ഈ യുവാക്കളെ അന്ധന്മാരാക്കി തീർക്കുന്നു. അങ്ങനെ ലോത്തിനെ അവരുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. എന്നിട്ട് ഈ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, ഇത് ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെട്ട ദേശമാണ്. ഇവിടുത്തെ മനുഷ്യർ ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെട്ടു പോയവരാണ്. കാരണം അത്രമേൽ പാപം കൊണ്ടും തിന്മ പ്രവർത്തികൾ കൊണ്ടും ദുഷ്ടത കൊണ്ടും അനുതാപമില്ലാത്ത ഈ മനുഷ്യർ ദൈവത്തെ വല്ലാണ്ട് വേദനിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഈ നഗരവും നഗരത്തിൽ വസിക്കുന്നവരും നശിപ്പിക്കപ്പെടണം. കാരണം ഇത് തിന്മയുടെ കൂടാണ്. തിന്മ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ എത്രയും പെട്ടെന്ന് നീ രക്ഷപ്പെടണം. നിൻ്റെ കുടുംബത്തെയും നിനക്കിനി പ്രിയപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നിൻ്റെ കൂടെ കൂട്ടുക. അങ്ങനെ ലോത്ത് ദൈവദൂതന്മാരോട് പറയുകയാണ്, എൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കുവാൻ ഞാൻ 2 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ കൂടി എൻ്റെ കൂടെ കൂട്ടുവാൻ എന്നെ സഹായിക്കണം. അങ്ങനെ ലോത്ത് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കുവാൻ ഇരുന്ന ചെറുപ്പക്കാരുടെ അടുത്ത് പോയി അവരോട് പറഞ്ഞു, സോദോം ഗോമോറയുടെ മാരകമായ പാപം നിമിത്തം ഈ ദേശത്തെയും ദേശവാസികളെയും ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും അയച്ച് നശിപ്പിക്കുവാനായി പോവുകയാണ്. എന്നാൽ എന്നെ രക്ഷിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിച്ച് ദൈവദൂതന്മാരെ വിട്ടിട്ടുണ്ട്. നിങ്ങളും എൻ്റെ കൂടെ വരിക. ഇത് കേട്ടിട്ട് ആ ചെറുപ്പക്കാർ ലോത്തിനെ പരിഹസിച്ചു. അങ്ങനെ ലോത്ത് വേദനയോടെ തിരികെ വരികയാണ്.
ലോത്തിനോട് ദൈവദൂതന്മാർ പറഞ്ഞു, സമയമില്ല, ഞങ്ങൾ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകൂ. ഉടൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇവിടെ തീമഴ അയക്കും, ഗന്ധകം അയക്കും. അങ്ങനെ ഈ ദേശത്തെയും ദേശവാസികളെയും നശിപ്പിക്കും. എന്നാൽ ലോത്തിൻ്റെ പെൺമക്കളും ലോത്തുമൊക്കെ ഇത് കേട്ടിട്ട് മടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ മടിച്ചു നിൽക്കുന്ന ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് ഈ ദൂതന്മാർ കൊണ്ടുപോയി. എന്നിട്ട് ലോത്തിനോട് പറഞ്ഞു, എതിരെ കാണുന്ന പർവ്വതനിരയിലേക്ക് നീ ഓടിപ്പോവുക. അങ്ങനെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുക. എന്നാൽ ലോത്ത് പറയുകയാണ്, അവിടെ വരെ ഓടിപ്പോകുവാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് അടുത്തുള്ള ചെറിയ നഗരത്തിലേക്ക് പോകുവാൻ എന്നെ അവിടുന്ന് അനുവദിക്കണം. അങ്ങനെ ലോത്ത് പറഞ്ഞതനുസരിച്ച് ആ നഗരം നശിപ്പിക്കപ്പെടുകയില്ലെന്നും ആ നഗരത്തിലേക്ക് പോകാമെന്നും അവിടെ ജീവൻ സംരക്ഷിക്കാമെന്നും ദേവദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു. ലോത്തിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ മുൻപോട്ട് പോകുന്ന വഴിക്ക് പുറകിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നിങ്ങൾ യാത്ര ചെയ്യുക. എന്നാൽ മുൻപോട്ടുള്ള യാത്രയിൽ എന്താണ് പുറകിൽ നടക്കുന്നത് എന്ന് അറിയാതെ ആകാംക്ഷയിൽ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പുതൂണായിട്ട് മാറി. ദൈവദൂതന്മാർ പറഞ്ഞ സ്ഥലത്ത് ലോത്തും തൻ്റെ പെൺമക്കളും എത്തി. സോദോം ഗോമോറ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ലോത്തിന് തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പിന്നീട് മുൻപോട്ടുള്ള സാഹചര്യത്തിൽ ലോത്തും പെൺമക്കളും ഒരുമിച്ച് ജീവിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് ലോത്തിനെ സോദോം ഗോമോറയിൽ നിന്ന് ദൈവം രക്ഷിക്കുന്ന വരെയുള്ള സംഭവങ്ങളാണ്. ലോത്ത് യഥാർത്ഥത്തിൽ നീതിമാനാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ പൂർണ്ണമായിട്ട് ഒരു ഉത്തരം ഈ ചോദ്യത്തിന് നൽകുവാനായിട്ട് സാധിക്കില്ല. കാരണം ലോത്തിൻ്റെ ഭാഗത്ത് പല വീഴ്ചകൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാമിനെ ഓർത്ത്, ലോത്തിൻ്റെ ചില നന്മ പ്രവർത്തികൾ ഓർത്ത് ദൈവം ലോത്തിനെ സ്നേഹിക്കുകയും ദൈവം ലോത്തിനോട് കരുണ കാണിക്കുകയും ദൈവം ലോത്തിനെ അനുഗ്രഹിക്കുന്നതായും നമ്മൾ പരിശുദ്ധ വചനത്തിൽ കാണുന്നു. നീതിമാനായിരുന്നിട്ടും ഏറെ വേദന സഹിക്കുന്ന, അപമാനം സഹിക്കുന്ന, അലഞ്ഞു നടക്കേണ്ടി വരുന്ന ഒരു ലോത്തിനെക്കുറിച്ച് വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലോത്തിന് അലഞ്ഞു നടക്കേണ്ടി വന്നത് എന്നുള്ളത് ലോത്തിൻ്റെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ലോത്തിന് അലഞ്ഞു നടക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവവിളിയില്ലാതെ ദൈവവിളിയുള്ളവനെ പിൻചെന്നു എന്നുള്ളതാണ്. ദൈവം അബ്രഹാമിനോടാണ് ആവശ്യപ്പെട്ടത്, നീ നിൻ്റെ ഭവനത്തെയും നിൻ്റെ പിതൃ കുടുംബത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. അങ്ങനെ നീ പോകുമ്പോൾ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഈ ദേശങ്ങൾക്കൊക്കെ പിതാവായിട്ട് മാറും എന്ന്. ലോത്ത് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത് കണ്ടിട്ട് അബ്രഹാമിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ലോത്തിനോട് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല, അബ്രഹാമിനെ പോലെ നിൻ്റെ നാടുപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകൂ. ലോത്തിനോട് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല, അബ്രഹാമിനെ പോലെ പ്രിയപ്പെട്ടവരെയും ഭവനത്തെയും ഒക്കെ ഉപേക്ഷിക്കുവാൻ. എന്നാൽ അബ്രഹാമിൻ്റെ പിന്നാലെ ലോത്ത് ഇറങ്ങിത്തിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്നത് വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാക്കി ആ വിളി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊരാളുടെ വിളിയെ നമ്മൾ പിൻചെന്നാൽ, മറ്റൊരാളുടെ വിളി അനുസരിച്ച് അവർ ജീവിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായി നമ്മൾ ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ നമ്മളേറെ കഷ്ടപ്പെടേണ്ടി വരും. നമുക്ക് കുറേ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ
സാധിക്കണം എന്നില്ല. രണ്ടാമതായിട്ട് ലോത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ലോത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ട്. സ്വാർത്ഥപരമായ ചില തെരഞ്ഞെടുപ്പുകളാണ് ലോത്ത് തൻ്റെ ജീവിതത്തിൽ നടത്തുന്നത്. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്കിഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അങ്ങനെ ലോത്ത് ഏറ്റവും ഫലഭൂഷ്ടമായ സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും ആ ഫലഭൂഷ്ടമായ സ്ഥലത്തെ നന്മയുള്ളതാക്കി മാറ്റുവാൻ, അവിടെ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ലോത്തിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, തൻ്റെ സഹോദരനേക്കാൾ നല്ലത്, തന്നോടൊപ്പമുള്ളവരേക്കാൾ നല്ലത് തനിക്ക് വേണം എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്ത ലോത്തിൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ കഴിവ് കണ്ടിട്ട് ആ കഴിവിൽ നമ്മൾ അസൂയപ്പെടാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ട് അവരുടെ നന്മയിൽ നമ്മൾ വേദനിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചില സ്വാർത്ഥ ചിന്തകളും ചില സ്വാർത്ഥ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാറുണ്ട്. നമ്മളോടൊപ്പം അനേകരുണ്ട്, പക്ഷേ അവരുടെ നന്മയെ മനസ്സിലാക്കി ആ നന്മയിൽ കൂടെ നിൽക്കുവാനോ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനോ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് എങ്ങനെ അവരെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നന്മകൾ എങ്ങനെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് വളരാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ കഴിവുകൾ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കെങ്ങനെ വളരാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ കേന്ദ്രീകൃതമായിട്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെ സ്വാർത്ഥപരമായ ചില തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ലോത്തിൻ്റെ ജീവിതത്തിൽ അവനെടുത്ത സ്വാർത്ഥപരമായ തീരുമാനം അവനെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, വല്ലാണ്ട് വലയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടാകട്ടെ. നമ്മൾ പലപ്പോഴും നമ്മളെ മാത്രം പരിഗണിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ, നമ്മളോടൊപ്പം വളരുവാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷേ നമ്മൾ ബോധപൂർവം അവരെ മറന്നു പോകുന്നുണ്ട്. ഒരപ്പൻ, ഒരമ്മ, സഹോദരൻ, സഹോദരി, ജീവിത പങ്കാളി, മക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ എത്ര പേരാണ് നമ്മുടെ നന്മയെ ആഗ്രഹിച്ച് നമ്മളോടൊപ്പമുള്ളത്. പക്ഷെ പലപ്പോഴും അവരെ പരിഗണിക്കാതെ നമ്മുടെ സ്വാർത്ഥപരമായ തീരുമാനങ്ങളിലൂടെ, നമ്മുടെ സ്വാർത്ഥപരമായ ചിന്തയിലൂടെ നമ്മൾ എത്രയോ പ്രാവശ്യം അവരെ വേദനിപ്പിച്ചിരിക്കുന്നു. എത്രയോ പ്രാവശ്യം അവരുടെ കണ്ണീര് നമ്മൾ വീഴ്ത്തിയിരിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി തനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പുറകെ മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോകുമ്പോൾ ഉള്ളുരുകുന്ന മാതാപിതാക്കളെക്കുറിച്ച് അവൾ ചിന്തിക്കാറുണ്ടോ? ഒരു മകൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ട് തൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുമ്പോൾ, തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ അത് നമ്മുടെ സന്തോഷത്തിൽ മാത്രം അധിഷ്ഠിതം അല്ലാതാകട്ടെ. നമ്മുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ കൂടി അധിഷ്ഠിതമാകട്ടെ. നമ്മുടെ തീരുമാനങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവരെക്കുറിച്ച് കൂടി ചിന്തിച്ചു കൊണ്ടുള്ളതാകട്ടെ. ലോത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ പാളിച്ച, അവൻ്റെ തീരുമാനം സ്വാർത്ഥമായിപ്പോയി. തൻ്റെ തന്നെ മാത്രം കാര്യം നോക്കിയ ഒരു തീരുമാനമാണ് ലോത്ത് എടുത്തത്. മൂന്നാമതായിട്ട് ലോത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കുറവെന്ന് പറയുന്നത്, പാപ സാഹചര്യത്തിലും പാപ സാന്നിധ്യത്തിലും ജീവിക്കുവാൻ ലോത്ത് തയ്യാറായി എന്നുള്ളതാണ്. കാരണം ലോത്തിനറിയാം താൻ ജീവിക്കുന്ന ഇടത്തിൻ്റെ പ്രത്യേകത, ലോത്തിനറിയാം താൻ ജീവിക്കുന്ന ഇടത്തിൻ്റെ കുറവ്. എന്നിട്ടും ആ പാപ സാഹചര്യത്തിലും പാപ സാന്നിധ്യത്തിലും ജീവിക്കുവാനായിട്ട് ലോത്ത് തയ്യാറായി. പഴയ നിയമത്തിൽ കായേനെ വിളിച്ചിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. പാപം നിൻ്റെ ജീവിതത്തിൽ കണ്ണുവെച്ചിട്ടുണ്ട്, പാപം നിൻ്റെ മേൽ കണ്ണുവെച്ചിട്ടുണ്ട്. ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്ന സിംഹത്തെ പോലെ പാപം നിൻ്റെ മേൽ കണ്ണുവെച്ചിട്ടുണ്ട്, നീ അതിനെ കീഴടക്കണം. അതിൻ്റെ അർത്ഥം പാപ സാഹചര്യത്തിൽ നിന്ന്, പാപ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ ലോത്തിൻ്റെ ജീവിതത്തിൽ അത് ചെയ്യാനായിട്ട് ലോത്ത് ഒരു പക്ഷേ പാപം ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ പാപ സാഹചര്യത്തിലും പാപ സാന്നിധ്യത്തിലും
ലോത്ത് നിലനിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു വലിയ അബദ്ധം പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മൾ പറയും, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ്, എൻ്റെ പാപത്തിലേക്ക് ഞാൻ വീണു പോവുകയില്ല, എൻ്റെ ബലഹീനതകളെ അതിജീവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാപ സാഹചര്യത്തിലും പാപ സാന്നിധ്യത്തിലും ഒക്കെ നിലനിൽക്കാറുണ്ട്. പക്ഷേ ഓർക്കുക, എപ്പോഴാണ് നമ്മൾ വീണു പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണ് നമ്മുടെ ബലം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അടിമയായിട്ട് നമ്മൾ മാറുന്നത് നമുക്ക് അറിയില്ല, മനസ്സിലാകില്ല. അതുകൊണ്ട് ലോത്തിന് പറ്റിയ ഒരബദ്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഹരിക്കണം. പാപ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനും പാപ സ്വാധീനത്തിൽ നിന്ന് മാറി നിൽക്കുവാനും പാപ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ മദ്യപിക്കത്തില്ല എന്ന് കരുതി മദ്യപിക്കുന്നവരുടെ കൂടെ കുറേ നാൾ നമ്മൾ താമസിച്ചാൽ അറിയാതെ അവരുടെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മൊബൈൽ ഫോണിൽ വരുന്ന ഒരു മിസ്ഡ് കോൾ അത് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ആ മിസ്ഡ് കോൾ ആയിരിക്കും പിന്നീട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. അപ്പോൾ എത്ര ബലമുള്ളവരാണെങ്കിലും, എത്ര മനസാന്നിധ്യമുള്ളവരാണെങ്കിലും, എത്ര ആത്മസംയമനം ഉള്ളവരാണെങ്കിലും നമ്മളോട് ലോത്തിൻ്റെ ജീവിതം ആവശ്യപ്പെടുന്നത് പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും പാപ സാന്നിധ്യത്തിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ്. നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം, ലോത്തിന് ആരാധനയും കൂട്ടായ്മ ജീവിതവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അബ്രഹാം ദൈവത്തിന് കൂടാരം പണിയുന്നുണ്ട്. ദൈവത്തോടുള്ള ആത്മബന്ധത്തിലും ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ ജീവിതത്തിലുമാണ് അബ്രഹാം ആയിരുന്നത്. അബ്രഹാമിനോടൊപ്പം ആയിരുന്നപ്പോൾ അബ്രഹാം പണിഞ്ഞ കൂടാരത്തിൽ പ്രാർത്ഥിക്കുവാനും ആയിരിക്കുവാനും ദൈവത്തോടൊരു ആത്മബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ ലോത്ത് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ, അബ്രഹാമിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ കൂട്ടായ്മ ജീവിതവും ദൈവസാന്നിധ്യവും ഒക്കെ പലപ്പോഴും ലോത്തിന് നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാവുന്ന വലിയൊരു പ്രതിസന്ധി ഇതാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നന്നായിട്ട് ക്രമീകരിക്കപ്പെട്ടു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ സഭയിൽ നിന്ന്, സഭയുടെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഒക്കെ മാറി നിൽക്കുവാനുള്ള ഒരു വ്യഗ്രത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കാതെ ദൈവത്തോടൊരു ആത്മബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാൻ ലോത്തിൻ്റെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്നത്, സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ സോദോം ഗോമോറോ സന്ദർശിക്കുമ്പോൾ ലോത്ത് നഗര കവാടത്തിൽ ഇരിക്കുകയാണ്. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വീഴ്ചയാണ്. കാരണം സന്ധ്യായാമത്തിൽ കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമാണ് ഉള്ളത്. എന്നാൽ ഇവിടെ ഇതാ, തൻ്റെ ഭാര്യയും മക്കളും ഭവനത്തിലായിരിക്കുമ്പോൾ ലോത്ത് ആ നഗരത്തിൻ്റെ വാതുക്കൽ ഇരിക്കുന്നു. പാപ സാഹചര്യങ്ങളിലും തിന്മകളിലും നിറഞ്ഞു നിൽക്കുന്ന നഗരത്തിൻ്റെ വാതുക്കൽ ഇങ്ങനെ അലസനായിട്ട് ഇരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു കാര്യം ഇത് തന്നെയാണ്. കുടുംബ പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളിരുന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പനിരുന്ന് പ്രാർത്ഥിക്കുന്നു. പലരും പല സമയങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നതല്ല കുടുംബ പ്രാർത്ഥന, മറിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന. ലോത്തിൻ്റെ ഭവനത്തിൽ മക്കളും ഭാര്യയും ഇരുന്ന് യാമപ്രാർത്ഥന നടത്തുന്ന സമയത്ത് ലോത്ത് നഗരത്തിൻ്റെ വാതുക്കലിരിക്കുകയാണ്. ആ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. സന്ധ്യായാമത്തെ മനസ്സിലാക്കുവാനോ ആ സന്ധ്യായാമത്തിലിരുന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനോ ഉള്ള ഒരു സാഹചര്യം നമുക്കിന്ന് ഇല്ലാതായിത്തീരുന്നുണ്ട്. ലോത്തിൻ്റെ ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നത് സന്ധ്യായാമത്തിൽ മക്കളും മാതാപിതാക്കളും ജീവിത പങ്കാളിയും ഒരുമിച്ച് പ്രാർത്ഥനയിൽ മുഴുകണം. അടുത്തതായിട്ട് ലോത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ലോത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ,
ലോത്തിനെ രക്ഷിക്കാനായിട്ട് അബ്രഹാം പോകുന്നുണ്ട്. അങ്ങനെ അബ്രഹാം ലോത്തിനെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരികയാണ്. എന്നിട്ടും അബ്രഹാമിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ലോത്തിന് സാധിക്കുന്നില്ല. അടുത്തതായിട്ട് ലോത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ദൈവദൂതൻ പറയുന്ന സ്ഥലത്തേക്ക് ലോത്ത് പോകുന്നില്ല, മറിച്ച് തനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ലോത്ത് പോകുന്നത്. ഇങ്ങനെ ലോത്തിൻ്റെ ജീവിതം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ലോത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ടും ആ പ്രതിസന്ധികളിലൊക്കെ ദൈവം ലോത്തിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ലോത്തിൻ്റെ വീഴ്ചകൾ അവന് വേദനയ്ക്കും അവന് അലച്ചിലിനും കാരണമാകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിലും ദൈവിക സംരക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ അറിയാതെ നമ്മുടെ ചില തീരുമാനങ്ങളിലൂടെ, നമ്മുടെ ചില ഇഷ്ടങ്ങളിലൂടെ, നമ്മുടെ ചില താല്പര്യങ്ങളിലൂടെ ദൈവത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും കടന്നു വരാനായി പരിശ്രമിക്കാം. പാപത്തിൻ്റെ സാഹചര്യത്തെയും പാപത്തിൻ്റെ സ്വാധീനത്തെയും വെറുത്തുപേക്ഷിച്ച് ദൈവവചനത്തിൻ്റെ പൊരുളിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ